കൊപ്പം പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി. യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ സിപിഎമ്മിലെ 8 അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കാരണമാണ് ഭരണം നഷ്ടമായത്. ഭരണമുന്നണിയിലെ 4-ാം വാർഡ് അംഗം ഷെഫീഖ് അവിശ്വാസത്തെ പിന്തുണച്ചതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്. ഏഴിനെതിരെ 9 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. ബിജെപി അംഗം അഭിലാഷ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഏറെ നേരത്തെ അവിശ്വാസ പ്രമേയത്തിൽ മേലുള്ള ചർച്ചയ്ക്കൊടുവിൽ ബിജെപി അംഗം വോട്ടെടുപ്പിൽ നിന്നും ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ടാമത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. യുഡിഎഫ് ഭരണസമിതിയിലെ ഒരു അംഗം തന്നെ കൂറുമാറിയതോടെ ഭരണസമിതിയിലെ അസ്വാരസ്യങ്ങൾ പുറത്തുവന്നു. കാലങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ട് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ സിപിഎമ്മുമായി സഹകരിക്കാൻ തയ്യാറായതെന്ന് കൂറുമാറിയ ഷെഫീഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സിപിഎം പ്രത്യേക സ്ക്വാഡ് നടത്തിയ പ്രചാരവേലകൾക്കപ്പുറം മണി ട്രാപ്പും ഹണി ട്രാപ്പും നടത്തിയാണ് സിപിഎം കൊപ്പത്ത് അവിശ്വാസം പാസാക്കിയതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആരോപിച്ചു. കൂറുമാറിയ അംഗത്തെ കൂടി കൂടുതൽ പരിഗണിച്ചാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ 20 മാസത്തോളമായി വികസന പ്രവർത്തനം നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ അസീസ് പ്രതികരിച്ചു. നിലവിൽ കൂറുമാറിയ അംഗത്തിന് സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമായിരുന്നു ഇക്കാലയളവിൽ ലക്ഷ്യം. എന്നാൽ അതിന് കൂട്ടുനിൽക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെയും നടത്തിയ പ്രതികാര നടപടിയാണ് ഇപ്പോൾ സിപിഎമ്മിനെ പിന്തുണയ്ക്കുന്നതോടുകൂടി പുറത്തുവന്നതെന്ന് യുഡിഎഫ് ആരോപിച്ചു. അവിശ്വാസ പ്രമേയം പാസായതിൽ സിപിഎം പ്രവർത്തകർ കൊപ്പം ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൂറുമാറിയ യുഡിഎഫ് അംഗം ഷെഫീഖിനെതിരെ യുഡിഎഫ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.